നമ്മൾ പോകുന്നത് കൊച്ചിയിലാണ്. അവിടെ വിപിൻ സി വിജയനുണ്ട്. വിപിൻ, മധ്യകേരളത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് എന്ന സൂചനകളൊക്കെയുണ്ട്. ഇപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ ജി സുധാകരൻ്റെ എതിർപ്പ് വരുന്നു. ഇനി ഇടുക്കിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എം മണിയുടെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള അത് ഇല്ലാത്തതിലുള്ള ഒരു അതൃപ്തിയുണ്ട്. അങ്ങനെ പല കോണുകളിൽ നിന്നും ആറന്മുളയിലെ വീണ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ വന്നിരുന്നു. അങ്ങനെ ഈ മധ്യകേരളത്തിൽ പാർട്ടിക്ക് തലവേദനയാകുന്ന തരത്തിൽ ചില പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളുണ്ടോ? എന്തായാലും ഈ ഒരു പട്ടിക അത് കമ്മിറ്റിയിൽ എത്തുമ്പോൾ എന്തായിരിക്കാം ഇന്നത്തെ ഒരു പ്രതികരണം? ഏത് തരത്തിലാണ് ഇതിനെയൊക്കെ കാണുന്നത്? ക്രിസ്റ്റീന, ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു വേളയിൽ അസാധാരണമായിട്ടുള്ള ഒരു പ്രതിസന്ധി അത് CPM-നെ സംബന്ധിച്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് CPM-ന്റെ മുഖമായിട്ട് നിന്നിരുന്ന ജി സുധാകരൻ തന്നെ ആ ഒരു പിണക്കം ഇപ്പോൾ അത് മറനീക്കി തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, ഒപ്പം തന്നെ അനുനയ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച രീതിയിൽ നടക്കുന്നു. MV ഗോവിന്ദൻ നേരിട്ട് വിളിക്കുന്നു, താൻ പരിഹസിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ അതിന് വഴങ്ങിയിട്ടില്ല ജി സുധാകരൻ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അദ്ദേഹം മാധ്യമങ്ങളെ ഇന്ന് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു മണ്ഡലമായി അമ്പലപ്പുഴ മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം. കാരണം കോൺഗ്രസ് നേതാക്കൾ ജി സുധാകരനുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് സീറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു സ്വതന്ത്രനായി UDF-ന്റെ സ്വതന്ത്രനായിട്ട് വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ അമ്പലപ്പുഴയിൽ സലാം ജി സുധാകരൻ മത്സരം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി CPM-ന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുള്ളത്. മറ്റൊന്നുള്ളത്, ചിത്തരഞ്ജൻ തന്നെ ആലപ്പുഴയിൽ മത്സരിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. കാരണം സിറ്റിംഗ് MLA-മാർ എല്ലാവരും തന്നെ മത്സരിക്കണമെന്നുള്ള തീരുമാനത്തിന്റെ പുറത്താണ്. ഒപ്പം അവിടെ KC വേണുഗോപാൽ വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. UDF-ന്റെ ഈ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോഴും അതിൻ്റെ ഒരു അന്തിമ ലിസ്റ്റിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് പറയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാകും എന്നുള്ളത് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല. ഇപ്പോൾ അമ്പലപ്പുഴയിലായാലും ആലപ്പുഴയിലായാലും അതൊന്നും തന്നെ ഒരു അന്തിമ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഉടുമ്പൻചോലയിൽ M മണി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയുകയും അദ്ദേഹത്തെ ജില്ലാ നേതൃത്വം തന്നെ മുന്നോട്ട് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടും സംസ്ഥാന നേതൃത്വം അത് വെട്ടുകയും KK ജയന്തന്റെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. അതിൽ M മണിക്കുള്ള പിണക്കം അതിപ്പോഴും മാറിയിട്ടില്ല. ജില്ലാ നേതൃത്വവും കടുത്ത അതൃപ്തിയിലാണ്. അത് ഏത് രീതിയിലായിരിക്കും, തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷമോ, അത് വളരെ അനുരണനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കാര്യങ്ങളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്നുള്ളത്, പാലയാണ് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നത്. അവിടെ ജോസ് കെ മാണി ഒപ്പം തന്നെ ഷോൺ ജോർജ്, മാണി സി കാപ്പൻ എന്നിവർ ഒരുമിച്ച് മത്സരിക്കുന്നു. എറണാകുളത്തേക്ക് വരുമ്പോൾ വൈപ്പിനിലെ KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തറയിലേക്ക് വരുന്ന സ്റ്റാർ മണ്ഡലം അതായി മാറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ മധ്യ കേരളത്തിലെ ഒരു പൊതുവികാരം. മണിയാശാന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ആദ്യം കേട്ടിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം മത്സരിക്കുമെന്ന് തന്നെയാണ് കേട്ടത്. ഒരിക്കൽ കൂടി മത്സരിക്കുമെന്നാണ്. പക്ഷേ പിന്നീടാണ് മണിയാശാൻ മത്സരിക്കുന്നില്ല. അവിടുത്തെ ജില്ലാ നേതൃത്വത്തിന് ആഗ്രഹം, അഭിപ്രായം M മണി വീണ്ടും മത്സരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.